ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മാവ് വാട്ടോ കുഴയ്ക്കോ ഒന്നും ചെയ്യാതെ ചോറ് വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അടിപൊളി തേങ്ങാപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പത്തിരിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഞാനിതാ ഒരു 1.5 കപ്പോളം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തലേദിവസം തയ്യാറാക്കി ബാക്കി വന്നിട്ടുള്ള ചോറാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും അരയാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 8-10 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞതും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അരച്ചെടുക്കാനുള്ളൊരു എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളിനി ഒരുപാടൊന്നും അരച്ചെടുക്കണ്ട, തേങ്ങയൊക്കെ ഒന്നങ്ങ് ഒതുങ്ങി കിട്ടിയാൽ മതി. പൾസ് മോഡിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഇപ്പോൾ നല്ല ലൂസായിട്ടാണുള്ളത്. ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 തവി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ആദ്യം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ ഞാനൊരു 2 തവി കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വലിയ ബോൾസ് എടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിതാ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് വെച്ച് കൊടുത്ത ശേഷം കൈ വെച്ച് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിന്നായിട്ടല്ലാതെ കുറച്ച് കട്ടിക്ക് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ഒരു അടപ്പോ ഇതുപോലെ കുഞ്ഞു ടിഫിൻ ബോക്സോ എന്തെങ്കിലും ഒന്ന് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത്രയൊരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഞാനൊരു ദോശക്കല്ല് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത ഓരോ മാവും ഇട്ട് കൊടുക്കാം. ദോശക്കല്ലിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഓരോ മാവ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഓയിൽ ചൂടാക്കി നമ്മൾ നെയ്പത്തിരിയൊക്കെ ചുട്ടെടുക്കുമല്ലോ, അതുപോലെ മുക്കി പൊരിച്ചെടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഇത് ഓയിൽ മുക്കി പൊരിച്ചെടുക്കാതെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ചൂടോടുകൂടി കറിയോ തേങ്ങാപ്പാലോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.